Hi all, welcome to this session. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഓപ്പറേഷണൽ ആംപ്ലിഫയർ സർക്യൂട്ട്സിനെ കുറിച്ചാണ്. നിങ്ങൾ ബാക്കി സിലബസിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നേ ഉള്ള സിലബസിൽ ഐ ഹോപ്പ് യു ഓൾ ലേൺ വാട്ട് ആർ ആംപ്ലിഫയേഴ്സ്. ആംപ്ലിഫയേഴ്സ് എന്താണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പഠിച്ചു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ആംപ്ലിഫയേഴ്സിൻ്റെ ഒരു ബേസിക് ഓപ്പറേഷൻ വി നീഡ് ദിസ് ഇൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ സെഷൻ ഓൾസോ. So amplifiers are nothing but, as you all know, these are the devices which are used to amplify small or weak signals. So operational amplifiers are integrated circuits which are used to get large amplification. നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ലാർജ് ആംപ്ലിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നതിനെ നമ്മൾ ഗെയിൻ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് എ ലാർജ് ഗെയിൻ we are using operational amplifier. അപ്പോൾ ഈ ആംപ്ലിഫയേഴ്സ് അല്ലെങ്കിൽ ഈ IC എന്ന് പറയുന്നത് ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് മാത്രമല്ല പല ഓപ്പറേഷൻസിനും ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് സർക്യൂട്ട്സ്, അതിൻ്റെ പ്രോപ്പർട്ടി, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ, ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് ഈ പോർഷനിൽ പഠിക്കുന്നത്. നമുക്ക് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് എ സ്മോൾ ഇൻട്രൊഡക്ഷൻ ഓൺ ആംപ്ലിഫയേഴ്സ്. ഓക്കെ, so നിങ്ങൾക്കറിയാം what are amplifiers? Is an electronic device which is used to enlarge or amplify small signal voltage applied to it. നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സ്മോൾ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത്. So this is a circuit diagram of a common emitter amplifier. നിങ്ങൾ പഠിച്ച് കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ഇതിന് മുന്നത്തെ സിലബസിൽ സി ആംപ്ലിഫയർ ഉണ്ട്, നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ കരുതുന്നു. എന്താണ് ഒരു ആംപ്ലിഫയറിൻ്റെ എസെൻഷ്യൽ പാർട്സ് എന്ന് പറയുന്നത്? അല്ലേ, ഇതെല്ലാം കൂടെ അടങ്ങുന്നതിനാണ് നമ്മൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഈ ആംപ്ലിഫയർ 3 എസെൻഷ്യൽ പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആക്റ്റീവ് ഡിവൈസ്. നിങ്ങൾക്കറിയാം വി ആർ യൂസിങ് ട്രാൻസിസ്റ്റേഴ്സ് ആസ് ആൻ ആക്റ്റീവ് ഡിവൈസ് ഇൻ ദിസ് ആംപ്ലിഫയർ സർക്യൂട്ട്. കാരണം ട്രാൻസിസ്റ്ററിന് നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് കറന്റിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു കഴിവ് ട്രാൻസിസ്റ്ററിനുണ്ട്, ആക്റ്റീവ് റീജിയനിൽ. അതുകൊണ്ട് അത്തരം ആക്റ്റീവ് ഡിവൈസസ് ആയിട്ട് നമ്മൾ ഈ സി ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്നത് ട്രാൻസിസ്റ്ററാണ്. യു ക്യാൻ യൂസ് ഫെറ്റ്, നിങ്ങൾക്ക് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററും ഉപയോഗിക്കാം, അല്ലെങ്കിൽ യു ക്യാൻ യൂസ് ഓപ്പറേഷൻ ആംപ്ലിഫയർ. അപ്പോൾ അങ്ങനെ ഒരു ആക്റ്റീവ് ഡിവൈസ്, ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി നമ്മളൊരു ആക്റ്റീവ് ഡിവൈസ് ആ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്, വിച്ച് ഈസ് കോൾഡ് ആൻ ആക്റ്റീവ് ഡിവൈസ്. രണ്ടാമത് വി നീഡ് ആൻ ഇൻപുട്ട് സിഗ്നൽ ടു ബി ആംപ്ലിഫൈഡ്. നിങ്ങൾക്കറിയാം നമുക്ക് എന്ത് വേണം? ഒരു ഇൻപുട്ട് സിഗ്നൽ വേണം. ആ ഇൻപുട്ട് സിഗ്നലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നത്. ദെൻ വി റിക്വയർ എ DC പവർ സപ്ലൈ ടു ആക്ടിവേറ്റ് ദി ആക്റ്റീവ് ഡിവൈസ് ഓർ ടു ബയാസ് ദി ആക്റ്റീവ് ഡിവൈസ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ആക്റ്റീവ് ഡിവൈസിനെ ബയാസ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഓൺ ചെയ്യിക്കാൻ നിങ്ങൾക്കൊരു DC പവർ സപ്ലൈ വേണം. കാരണം നിങ്ങൾക്കറിയാം ഇഫ് ഇറ്റ് ഈസ് എൻ ട്രാൻസിസ്റ്റർ, അതിൻ്റെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആയിരിക്കണം, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ട്രാൻസിസ്റ്റർ ആക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ആ ബയാസിങ്ങിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ഒരു DC പവർ സപ്ലൈ ആണ് നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടത്. അപ്പോൾ സാധാരണഗതിയിൽ കുട്ടികളിൽ ഒരു സംശയം ഉണർത്തുന്നത് ഈ VCC ആണോ നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്നത്? അല്ല, ഈ VCC അല്ല നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ഒരു സ്മോൾ സിഗ്നൽ AC ആണ് നമ്മൾ എന്ത് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ആംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്കറിയാം, ട്രാൻസിസ്റ്ററിന്റെ വർക്കിങ്ങും സി ആംപ്ലിഫയറിന്റെ വർക്കിങ്ങും എല്ലാം നിങ്ങൾക്കറിയാം. യു ആർ ഗെറ്റിംഗ് ആൻ ഇൻവേർട്ടഡ് ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട്, അല്ലേ? നിങ്ങൾ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിൽ ഒരു ആംപ്ലിഫൈഡ് സിഗ്നൽ ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ഇഫ് യു മെഷർ ദി ഔട്ട്പുട്ട് അക്രോസ് ദി കളക്ടർ ടെർമിനൽ. പിന്നെ ഈ റെസിസ്റ്റർ ഒക്കെ എന്തിനെന്ന് നിങ്ങൾക്കറിയാം. ഈ R1ഉം R2ഉം ബയാസിങ് സർക്യൂട്ട്സ് ആണ്. REയും Cയും നമ്മുടെ തെർമൽ റൺഅവേ കണ്ടീഷൻസ് ഒഴിവാക്കാനായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ തിയറി വളരെ നല്ല രീതിയിൽ പഠിക്കുക. സി ആംപ്ലിഫയറിൻ്റെ ഓരോ കമ്പോണന്റിന്റെയും യൂസ് എന്താണ് എന്നുള്ളത് വളരെ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ഒരു ആംപ്ലിഫയറിന്റെ എസെൻഷ്യൽ പാർട്സ് ഈ 3 എണ്ണമാണ്. ഒരു ആക്റ്റീവ് ഡിവൈസ് വേണം, ഒരു ഇൻപുട്ട് സിഗ്നൽ വേണം, അതിനെയാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്നത്, ഒരു AC സിഗ്നൽ, അത് നമ്മൾ ബേസിൽ കൊടുക്കും. പിന്നെ നമുക്കൊരു DC പവർ സപ്ലൈ വേണം ടു ആക്ടിവേറ്റ് ദി ആക്റ്റീവ് ഡിവൈസ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഗെയിൻ വേണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് two or more amplifiers can be connected together.
ഇതുപോലെ ഒരുപാട് ആംപ്ലിഫയറിനെ വിച്ച് ആർ കോൾഡ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് നിങ്ങൾ പഠിച്ചു കാണും. ഇതൊരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. ഇതുപോലുള്ള ഒരുപാട് ആംപ്ലിഫയറിനെ കാസ്കേഡ് ചെയ്താൽ അല്ലെങ്കിൽ കണക്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് എ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഗെയിൻ എന്ത് ചെയ്യാൻ പറ്റും, ആംപ്ലിഫയർ സർക്യൂട്ടിൽ നിന്നും കിട്ടാൻ സാധിക്കുന്നതായിരിക്കും. സോ നൗ we can see what's an operational amplifier or basic introduction on an operational amplifier. An operational amplifier consists of a large number of amplifiers cascaded to obtain a very large voltage gain. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നിലധികം സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിനെ കണക്ട് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ചെയ്യാൻ പറ്റിയാൽ യു വിൽ ഗെറ്റ് എ ലാർജ് ഗെയിൻ. അപ്പോൾ അത്തരം ഒരുപാട് ആംപ്ലിഫയേഴ്സിനെ കണക്ട് ചെയ്ത ഒരു സർക്യൂട്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. ബ്രെഡ് ബോർഡിൽ കമ്പോണൻസ്, ഡിസ്ക്രീറ്റ് കമ്പോണൻസ് കണക്ട് ചെയ്ത് ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്, കപ്പാസിറ്റേഴ്സ് ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതിൻ്റെ ഒരു സ്കെയിൽ സൈസ് ഏകദേശം ഈ ഒരു ഡയമെൻഷനെങ്കിലും വരണം ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ നിങ്ങൾ ചെയ്യുന്ന സമയം. അപ്പോൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ നമ്മൾ പറയുന്നു ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ആംപ്ലിഫയേഴ്സ്. അങ്ങനെ ആണെങ്കിൽ ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ സൈസ് എത്രമാത്രം വലുതായിരിക്കും അല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ സൈസ് ഇത്ര മാത്രമേ ഉള്ളൂ. 8 പിൻ IC, മൊത്തം ഒരു 8 പിൻ IC ഉള്ള ഇത്രയും ചെറുതായിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഒരു രീതി വന്നത്? കാരണം ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് നിങ്ങൾ നോക്കിയാൽ ഇത്രമാത്രം ആംപ്ലിഫയർ സ്റ്റേജ് അതിൻ്റെ അകത്തുണ്ട്. അതിനെ ഒരിക്കലും നമുക്ക് ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. വി ആർ യൂസിങ് ഇൻ്റഗ്രേറ്റഡ് CMOS ടെക്നോളജി. അതായത് ആക്റ്റീവ് കമ്പോണൻസിനെയും പാസീവ് കമ്പോണൻസിനെയും ഒരു മോണോലിത്തിക് സിലിക്കൺ ചിപ്പിൽ ഡിഫ്യൂസ് ചെയ്ത് വളരെ നാനോ സൈസിലേക്ക് മാറ്റിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ ആംപ്ലിഫയർ സർക്യൂട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് CMOS ടെക്നോളജി നിങ്ങൾക്കറിയാം ഇലക്ട്രോണിക്സിൽ ഒരു വലിയ ഒരു കുതിച്ചുചാട്ടമാണ് കൊണ്ടുവന്നത്. കാരണം വലിയ വലിയ ഡിവൈസസിനെ ചെറിയ ഒരു മിനിയേച്ചർ മോഡലിലേക്ക് കൊണ്ടുവരാൻ ഈ ഇൻ്റഗ്രേറ്റഡ് CMOS ടെക്നോളജിക്ക് പറ്റിയിട്ടുണ്ട്. സോ ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സിൽ ഒരുപാട് ഈ ആംപ്ലിഫയർ സ്റ്റേജ് അല്ലെങ്കിൽ ഒരുപാട് ആക്റ്റീവ് കമ്പോണൻസിനെയും പാസീവ് കമ്പോണൻസിനെയും ഡിഫ്യൂസ് ചെയ്ത് ഒരു സ്മോൾ പാക്കേജിൽ which are packed in a small package and it is available in integrated circuit form. ഒരു ഇൻ്റഗ്രേറ്റഡ് ഒരു IC ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഓപ്പറേഷണൽ ആംപ്ലിഫയറിനെ കിട്ടുന്നത്. ആ ICയുടെ പേര് ഇറ്റ് ഇസ് IC741. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, IC741 ആണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. 8 പിൻ IC ആണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. ഒരു എർത്തിങ്ങോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ ഇത് ICയെ തകരാർ സംഭവിക്കും. പക്ഷേ ഇതിൻ്റെ ഓപ്പറേഷൻ എന്തായിരിക്കും, വളരെ ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ് എന്തെന്ന് പറയുന്നത്, ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇതാണ് അതിൻ്റെ ഒരു സർക്യൂട്ട് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇതിനെ CMOS ടെക്നോളജി ഉപയോഗിച്ച് ICയുടെ ഇൻ്റഗ്രേറ്റഡ് IC ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഡിഫ്യൂസ് ചെയ്ത് ഒരു സിലിക്കൺ ചിപ്പിൽ ഗ്രോ ചെയ്തെടുത്തിരിക്കുകയാണ് ഈ ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്ന IC741 IC. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതൊരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്, അല്ലാതെ നമ്മൾ പറയുന്ന പോലെ ഒരു ട്രാൻസിസ്റ്ററോ അങ്ങനെയല്ല. അപ്പം ഇതിലൊരു നിങ്ങൾക്കറിയാം ആക്റ്റീവ് കമ്പോണൻസും പാസീവ് കമ്പോണൻസും എന്തെന്നുള്ളത്. എന്താണ് ആക്റ്റീവ് കമ്പോണൻസ്? ആക്റ്റീവ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ they are able to control the current they can able to amplify the current signal etc. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററോ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സോ ഇതെല്ലാം എന്താണ്, ആക്റ്റീവ് കമ്പോണൻസ് ആണ്. അതിന് കറണ്ടിനെ കൺട്രോൾ ചെയ്ത് ആംപ്ലിഫൈ പർപ്പസിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. നേരെ മറിച്ച് പാസീവ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു ആംപ്ലിഫിക്കേഷൻ പർപ്പസ് ഒന്നും പറ്റത്തില്ല. എനർജി സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ എനർജിയെ വേറൊരു രീതിയിലേക്ക് ലിബറേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ കപ്പാസിറ്റേഴ്സ്, റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, ദേ ആർ പാസീവ് കമ്പോണൻസ്. അപ്പോൾ ഇതേപോലെ ആക്റ്റീവ് കമ്പോണൻസിനെയും പാസീവ് കമ്പോണൻസിനെയും എല്ലാം കൂടെ ഒരു സ്മോൾ പാക്കേജിൽ വന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ് IC741 എന്നറിയപ്പെടുന്ന ഓപ്പറേഷണൽ ആംപ്ലിഫയർ. So next we can think why the name operational amplifier. എന്തുകൊണ്ട് ഇതിനെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ ആംപ്ലിഫയർ എന്ന് വിളിച്ചാൽ പോരെ? കാരണം it can be configured to perform various operations. As you can see, ഒരുപാട് ഓപ്പറേഷൻ in addition to amplification. ആംപ്ലിഫിക്കേഷന് പുറമെ
ഒരുപാട് ഓപ്പറേഷൻ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും by using some simple feedback external circuits that can do some mathematical operations like differentiation, integration, subtraction, addition. ഇതേപോലെ അല്ലെങ്കിൽ it can be also used can be also used as filter സർക്യൂട്ട് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻ ഇത് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത് ഓപ്പറേഷൻ ആംപ്ലിഫയർ. അല്ലാതെ ഒരു ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമല്ല ഈ IC741 ഉപയോഗിക്കുന്നത്. ഒരുപാട് ഓപ്പറേഷൻ നമ്മൾ വി ആർ യൂസിങ് IC741. ഹെൻസ് ദ നെയിം ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ഓപ്പറേഷൻ അതിന്റെ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് അത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ഫീഡ്ബാക്ക് സർക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ ഒരുപാട് ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ഐ തിങ്ക് യു ഹാവ് ലേൺഡ് വാട്ട് ആർ ദീസ് ഫീഡ്ബാക്ക് സർക്യൂട്ട്സ്, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എക്സെട്ര. അത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഓപ്പറേഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. So an operational amplifier consists of a large number of differential amplifier stages to achieve a very high voltage gain. യഥാർത്ഥത്തിൽ ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ അകത്തുള്ളത് ഞാൻ പറഞ്ഞു ലാർജ് നമ്പർ ഓഫ് ആംപ്ലിഫയേഴ്സ് എന്ന്. അല്പം കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. നിങ്ങൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ പഠിച്ചപ്പോൾ പഠിച്ചു കാണും വാട്ട് ആർ ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ്. അപ്പോൾ അത് ഒരിക്കൽ കൂടെ ഞാനൊന്ന് പറയുന്നു എന്താണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്നുള്ളത്. കാരണം അതിൻ്റെ ബേസിക് ഫംഗ്ഷനാണ് ഈ ഓപ്പറേഷണൽ ആംപ്ലിഫയർ നടത്തുന്നത്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ലേൺ വാട്ട് ആർ ദീസ് ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് ഇൻ ഡീറ്റെയിൽ. സോ ഹിയർ യു ക്യാൻ സീ ദിസ് ഇസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ആൻ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ നിങ്ങൾക്ക് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആയിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ യൂസിങ് BJT നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ ഇതൊരു ബ്ലോക്കാണ്. ഇതിൻ്റെ അകത്ത് ഡിസ്ക്രീറ്റ് അതിൻ്റെ കമ്പോണൻസ് ഉണ്ടായിരിക്കും. In normally differential amplifier consists of two inputs V1 and V2 and there is an output VO. Actually a differential amplifier amplifies the difference between these two signals. നിങ്ങൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നലുകളുടെ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്യുന്ന പർപ്പസ് ആണ് ആര് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഹെൻസ് ദ നെയിം ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അതാണ് ഇവിടെ രണ്ട് ഇൻപുട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന ഒരു സിഗ്നലിനല്ല ആംപ്ലിഫൈ ചെയ്യുന്നത്, നിങ്ങൾ കൊടുക്കുന്ന സിഗ്നലുകളുടെ ഡിഫറൻസിനെയാണ് ഇവൻ എന്ത് ചെയ്യുന്നത് ആംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഔട്ട്പുട്ട് തരുന്നത്. ഇത്തരം ആംപ്ലിഫയേഴ്സ് ആണ്, ഇത്തരം അനേകം ആംപ്ലിഫയേഴ്സ് ആണ്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ആണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത് ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ അകത്ത് ഉപയോഗിക്കുന്നത്. സോ ഇൻ an ideal differential amplifier this output VO it is proportional to the difference between these two input voltage. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഇൻപുട്ട് വോൾട്ടേജിന്റെ ഡിഫറൻസിന് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. സോ ദാറ്റ് യു ക്യാൻ റൈറ്റ് V output is directly proportional to V1 minus V2 or it is nothing but V output equal to differential gain into V1 minus V2. So what is differential gain? It is nothing but output voltage divided by differential voltage. സാധാരണ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ഇൻപുട്ട് വോൾട്ടേജ്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ കേസിൽ ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ആണ്. ആൻഡ് വാട്ട് ഇസ് ദിസ് ഡിഫറൻഷ്യൽ വോൾട്ടേജ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് V1 മൈനസ് V2 ആൻഡ് AD ഈസ് കോൾഡ് ദി ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഗെയിൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പം ഇതാണ് ഒരു ബേസിക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആൻഡ് ദിസ് ഈസ് ദ ബേസിക് സ്റ്റേജ് ഓഫ് ആൻ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ ആംപ്ലിഫയർ. ഒരു ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ബേസിക് സ്റ്റേജ് എന്ന് പറയുന്നത് ഇത്തരം ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ആണ്. സോ അതിന്റെ ഔട്ട്പുട്ട് നോക്കുക, അതിന്റെ ഡിഫറൻഷ്യൽ ഗെയിനിന്റെ എക്സ്പ്രഷൻ നോക്കുക, നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിന്റെ ഡിഫറൻസിനെ ഇവൻ എന്ത് ചെയ്ത് തരും, ഔട്ട്പുട്ടിൽ ആംപ്ലിഫൈ ചെയ്ത് തരും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു സർക്യൂട്ട് എക്സ്പ്ലനേഷൻ നോക്കാം. ആൻഡ് ദിസ് ഈസ് എ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ട്രാൻസിസ്റ്റർ പഠിച്ച സമയം ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കാണാം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു ഐഡന്റിക്കൽ ട്രാൻസിസ്റ്റേഴ്സ് ഹാവിംഗ് ദെയർ എമിറ്റേഴ്സ് കണക്റ്റഡ് ഓർ കപ്പിൾഡ് ടു എ കോമൺ റെസിസ്റ്റൻസ്. രണ്ട് ഐഡന്റിക്കൽ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, ഹാവിംഗ് സെയിം ബീറ്റ വാല്യൂ, ഹാവിംഗ് സെയിം കറണ്ട് ഗെയിൻ, വളരെയധികം പാരാമീറ്റർ വാല്യൂവിൽ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ പാരാമീറ്റർ വാല്യൂ സെയിം ആയിട്ട് വരുന്ന രണ്ട് ഐഡന്റിക്കൽ ട്രാൻസിസ്റ്റർ എടുക്കുക, അതിന്റെ രണ്ട് എമിറ്റർ തമ്മിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, അവിടെ ഒരു കോമൺ റെസിസ്റ്റൻസ് ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കാം ഓർ യു ക്യാൻ യൂസ്
a ground point here. And this is called a differential amplifier. So it consists of two identical transistors, or it consists of, you can say it's a common emitter amplifier coupled together. Okay, two identical transistors coupled to a having their emitters coupled to a common resistance. Here two inputs are there, V1 and V2. Two outputs are there, V01 and V02 are the two outputs. So what is the basic property of a differential amplifier? It has high input impedance and it has high voltage. ഇതാണ് ഇതിന്റെ ബേസിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ ഒരു വർക്കിംഗ് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുന്നേ it has two operations, single ended operation and double ended operation. Single ended operation എന്ന് പറഞ്ഞാൽ here the input is applied to one terminal. നിങ്ങൾ ഒരു ഇൻപുട്ട് ടെർമിനലിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നു, മറ്റേ ടെർമിനൽ എന്ത് ചെയ്യുന്നു, എർത്ത് ചെയ്യുന്നു. So that you will get the output in this manner. In the output 1 you will get an inverted amplified signal, and in the output 2 you will get a non-inverted amplified signal. ഇതെങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. So this is called single ended operation. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഏറ്റവും കൗതുകരമായ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ, even though you are not applying a signal in the single ended operation, if you are not applying a signal in the transistor Q2, you are getting an output signal at collector of transistor Q2 which is in phase with the applied signal at the base of Q1. നിങ്ങൾ Q1 ൽ കൊടുത്ത ബേസ് സിഗ്നൽ, ഒരു സ്മോൾ സിഗ്നൽ നിങ്ങൾ കൊടുത്തു, അതിന്റെ അതേ ഫേസിൽ ഒരു ആംപ്ലിഫൈഡ് സിഗ്നൽ നിങ്ങൾക്ക് എവിടെ കിട്ടി, ഔട്ട്പുട്ട് കളക്ടർ ഓഫ് ദി സെക്കൻഡ് ട്രാൻസിസ്റ്റർ Q2. ഇതാണ് സിംഗിൾ എൻഡഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇൻപുട്ട് മാത്രമേ കൊടുക്കൂ, മറ്റേ എൻഡ് നമ്മൾ എന്ത് ചെയ്യും, ഗ്രൗണ്ട് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, രണ്ട് ഔട്ട്പുട്ടിലും you will get the output. രണ്ട് ഔട്ട്പുട്ട് പിന്നിലും you will get the output. And this output, ഇപ്പം ഇത് V01 and V02 ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ it is measured across this terminal which is nothing but V01 minus V02. ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് ഔട്ട്പുട്ട് എടുത്താൽ it is V01 minus V02 ആയിരിക്കും അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. And next is the double ended operation. Here we are giving two input signal of opposite phases, which is very important. നിങ്ങൾ രണ്ട് ഇൻപുട്ട് ടെർമിനലിലും എന്ത് കൊടുക്കുന്നുണ്ട്, സിഗ്നൽ കൊടുക്കുന്നുണ്ട്, but they are in opposite phases. ഇത് ഈ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾ അടുത്ത V2 ൽ എന്ത് കൊടുക്കണം, ഔട്ട് ഓഫ് ഫേസിൽ വേണം സിഗ്നൽ കൊടുക്കാൻ. സോ in this double ended operation what do you expect? നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇത് രണ്ടും ഔട്ട് ഓഫ് ഫേസിലാണ് വരുന്നത്. സോ ദാറ്റ് ഇതിന്റെ എഫക്റ്റ് കൊണ്ട് you will get, if this is in out of phase means the signal will be in this fashion, right? Then you will get an inverted signal here, and due to this signal you will get another signal in the output of the first one which is in phase with the applied signal. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് the output will be twice the value of the single ended operation. നിങ്ങൾക്ക് സിംഗിൾ എൻഡഡ് ഓപ്പറേഷൻ എത്രയാണോ കിട്ടിയത് അതിന്റെ ട്വൈസ് ദ വാല്യൂ നിങ്ങൾക്ക് എവിടെ കിട്ടും, ഡബിൾ എൻഡഡ് ഓപ്പറേഷനിൽ കിട്ടും. ഇവിടെ ഈ സിഗ്നൽ ഇതുകൊണ്ട് മാത്രം ഉണ്ടായതാണ്. പക്ഷെ നിങ്ങൾ ഒരു ഇൻപുട്ട് ഇതിൽ കൂടി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇത് ഈ സിഗ്നലിന്റെ എഫക്റ്റ് അതേപോലെ ഇവിടെ റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഇതിന്റെ ആംപ്ലിഫിക്കേഷൻ പിന്നെയും കൊണ്ടു ടു ദി സിഗ്നൽ ഓൾസോ. സോ വി ആർ എക്സ്പെക്ടിങ് ട്വൈസ് ദ വാല്യൂ ഫോർ ട്വൈസ് ദ വാല്യൂ ദാൻ ദ സിംഗിൾ എൻഡഡ് ഓപ്പറേഷൻ. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു രണ്ട് ഇൻപുട്ടും ഔട്ട് ഓഫ് ഫേസിൽ വേണം കൊടുക്കാൻ. സപ്പോസ് ഇഫ് യു ആർ ഗിവിംഗ് ദാറ്റ് ഇഫ് ബോത്ത് ദ ഇൻപുട്സ് ആർ സെയിം, എന്തായിരിക്കും അവിടെ വരുന്ന അവസ്ഥ? രണ്ട് ഇൻപുട്ടും സെയിം ആണെങ്കിൽ ദ റിസൾട്ടന്റ് ഔട്ട്പുട്ട് സിഗ്നൽ വിൽ ബി 0. രണ്ട് ഇൻപുട്ടും ഇവിടെ സെയിം ആയിട്ട് നിങ്ങൾ കൊടുത്താൽ വരുന്നത് ഇതിന്റെ എഫക്റ്റ് കൊണ്ട് ഇവിടെ ഒരു ഇൻവെർട്ടർ വരുമ്പം ഈ സിഗ്നൽ എന്ത് ചെയ്തു പോകും, ക്യാൻസൽ ചെയ്തു പോകും. ഇതിന്റെ എഫക്റ്റ് കൊണ്ട് അതേ ഫേസിൽ ഇവിടെ ഒരു സിഗ്നൽ വരുമ്പം ഈ സിഗ്നൽ എന്ത് ചെയ്തു പോകും, ക്യാൻസൽ ചെയ്തു. So in this way, if both inputs are same, the resultant output signal will be 0. So this is the basic working of this differential amplifier, or basic working of the single ended operation and double ended operation. അടുത്തത് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്, സിംഗിൾ എൻഡഡ് ഓപ്പറേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. സിംഗിൾ എൻഡഡ് ഓപ്പറേഷൻ നിങ്ങൾക്ക് മനസ്സിലായാൽ സിമിലർലി യു ക്യാൻ ഫിഗർ ഔട്ട് ഹൗ ദ സർക്യൂട്ട് ബിഹേവ്സ് ഇൻ ഡബിൾ എൻഡഡ് ഓപ്പറേഷൻ. So again this is the circuit diagram. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, we are applying input signal 1, a weak input signal V1 here at the base of transistor Q1.
So that you know, due to transistor action, you will get an inverted amplifier signal at the collector of the first transistor. ഇവിടെ എന്ത് കിട്ടും? നിങ്ങൾക്ക് ഒരു ഇൻവേർട്ടഡ് ആംപ്ലിഫൈഡ് സിഗ്നൽ ഇവിടെ കിട്ടും. ഇവിടെ നമ്മൾ Q2 എന്ന് പറയുന്നത് എർത്ത് ചെയ്തിരിക്കുകയാണ്. സോ ഈ ട്രാൻസിസ്റ്റർ Q1 നിങ്ങൾ ഈ സിഗ്നൽ കൊടുക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്യപ്പെടുന്നു? ബയാസ് ചെയ്യുകയും അവിടെ ആംപ്ലിഫൈഡ് സിഗ്നൽ വരികയും ആ സിഗ്നൽ എവിടെ കൂടെ ഒഴുകുകയും ചെയ്യും? ഈ എമിറ്റർ റെസിസ്റ്റൻസിൽ കൂടി ഒഴുകുകയും ആൻഡ് ഇറ്റ് വിൽ ഗെറ്റ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് എവിടെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഇറ്റ് വിൽ ക്രിയേറ്റ് എ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RE. കാരണം IE എന്ന് പറയുന്ന കറണ്ട് REയിൽ കൂടി ഒഴുകും. ആൻഡ് ദിസ് വോൾട്ടേജ് ഡ്രോപ്പ് വിൽ റിവേഴ്സ് ബയാസ് ദിസ് Q2. എന്ത് ചെയ്യും? ഈ വോൾട്ടേജ് ഡ്രോപ്പ് ആരെ റിവേഴ്സ് ബയാസ് ചെയ്യിപ്പിക്കും? Q2നെ റിവേഴ്സ് ബയാസ് ചെയ്യിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഇഫ് യു ആർ ടേക്കിംഗ് ദി ഔട്ട്പുട്ട് V2, നിങ്ങൾക്കറിയാം ഔട്ട്പുട്ട് V2 എവിടെ നിന്നാണ് എടുക്കുന്നത്? ഔട്ട്പുട്ട് ഓഫ് ദ കളക്ടർ Q2 ആൻഡ് ദ ഗ്രൗണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഇവൻ എന്ത് ചെയ്തു? റിവേഴ്സ് ബയാസിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ REക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എവിടെ റിഫ്ലക്ട് ചെയ്യും? ഔട്ട്പുട്ട് ഓഫ് Q2ൽ റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ REക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഏത് രീതിയിലാണ് പോകുന്നത്? ഈ സിഗ്നലിന്റെ അതേ ഫേസിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഓഫ് Q2 നിങ്ങൾ ഇതിനെ അക്രോസ് ആയിട്ട് നിങ്ങൾ മെഷർ ചെയ്താൽ ഈ സിഗ്നലിന്റെ പാർട്ട് എവിടെ കിട്ടും? നിങ്ങൾക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ കളക്ടർ ഓഫ് Q2ൽ കിട്ടും. അപ്പോൾ കളക്ടർ ഓഫ് Q2ൽ കിട്ടുന്നത് ഏതാണ്? REയിൽ കൂടി ഒഴുകുന്ന കറണ്ട് Q2നെ റിവേഴ്സ് ബയാസ് ചെയ്യിക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ വോൾട്ടേജ് അറ്റ് ദി കളക്ടർ ഓഫ് Q2 വിച്ച് ഈസ് ഇൻ ഫേസ് വിത്ത് ദി അപ്ലൈഡ് സിഗ്നൽ അറ്റ് ദ ബേസ് ഓഫ് Q1. ഇതുപോലെയാണ് നിങ്ങൾക്ക് സിംഗിൾ എൻഡഡ് ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതിൽ നിങ്ങൾക്കറിയാം ഇൻവെർട്ടഡ് ആംപ്ലിഫൈഡ് കിട്ടി. പക്ഷേ നിങ്ങൾ IEREയിൽ കൂടി ഒഴുകുന്ന കറണ്ട് ഇവൻ എന്ത് ചെയ്യും? റിവേഴ്സ് ബയാസ് ചെയ്യിപ്പിക്കുകയും റിവേഴ്സ് ബയാസ് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് പിന്നെ അതിന്റെ കളക്ടറിലും ഗ്രൗണ്ടിലും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതേ സിഗ്നലിന്റെ ഒരു ആംപ്ലിഫൈഡ് പാർട്ട് നിങ്ങൾക്ക് എവിടെ റിഫ്ലക്ട് ചെയ്യും? ഈ ട്രാൻസിസ്റ്റർ Q2ന്റെ കളക്ടറിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു സിംഗിൾ എൻഡഡ് ഓപ്പറേഷൻ വർക്കിംഗ്. ഇത് തന്നെയായിരിക്കും നിങ്ങൾ ഇവിടെ രണ്ടാമത് സിഗ്നൽ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്. യു ക്യാൻ യൂസ് ദിസ് സെയിം ലോജിക്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതാണ് ട്രാൻസിസ്റ്ററിന്റെ ഇന്റേണൽ സർക്യൂട്ടറി ആൻഡ് നൗ യു ക്യാൻ ഐഡന്റിഫൈ സോ മെനി ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ആർ ദെയർ, റൈറ്റ്? ഒരുപാട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ്, അതായത് എമിറ്ററുകളെ കണക്ട് ചെയ്ത് ഒരുപാട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇതിന്റെ ഒരു ലാർജ് നമ്പർ ഓഫ് കോമ്പിനേഷൻ ആണ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് വി ആർ സേയിങ് ദാറ്റ് ദീസ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദിസ് ഓപ്പറേഷൻ ആംപ്ലിഫയർ. അപ്പം ഇത്രയും ഉള്ളൂ നമ്മൾ ഈ സെഷൻ എടുക്കുന്നത്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ പറഞ്ഞു, നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ വി വിൽ ലേൺ മോർ ഡീറ്റെയിൽ ഓഫ് ദിസ് ഓപ്പറേഷൻ ആംപ്ലിഫയർ. അപ്പം നൗ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഓപ്പറേഷൻ ആംപ്ലിഫയർ. അതിന് രണ്ട് ഇൻപുട്ട് ഉണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ V1 എന്ന് പറയുന്ന ഇൻപുട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇഫ് യു ആർ ടേക്കിംഗ് 2 ഔട്ട്പുട്ട്സ് ഓർ ഇഫ് യു ആർ യൂസിങ് ഓൺലി 1 ഔട്ട്പുട്ട്, ഈ സിഗ്നലിന്റെ അതേ ഫേസിൽ യു ആർ ഗെറ്റിംഗ് ദ സിഗ്നൽ അറ്റ് VO2. ഈ സിഗ്നലിന്റെ ഔട്ട് ഓഫ് ഫേസിൽ യു ആർ ഗെറ്റിംഗ് ദ സിഗ്നൽ അറ്റ് VO1. അപ്പം ഈ സിഗ്നലിന്റെ അതേ ഫേസിലുള്ള സിഗ്നൽ മതിയെങ്കിൽ ജസ്റ്റ് യൂസ് ദിസ് V02. നിങ്ങൾക്ക് ഇതേ സിഗ്നലിന്റെ അതേ ഔട്ട് ഓഫ് ഫേസിലാണ് വേണമെന്നെങ്കിൽ ജസ്റ്റ് യൂസ് VO1. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നല് ഔട്ട്പുട്ടിലേക്ക് എത്തുമ്പം ഇൻ ഫേസിലും ഔട്ട് ഓഫ് ഫേസിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പം നമുക്കും ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ പോകുമ്പോൾ ഇൻവെർട്ടിംഗ് ടെർമിനൽ, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് ഈ രണ്ട് ഇൻപുട്ട് ടെർമിനലുകളാണ്. അപ്പോൾ ഈ രണ്ട് ഇൻപുട്ട് ടെർമിനലുകൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഇൻവെർട്ടിംഗ് ഔട്ട്പുട്ടും നോൺ ഇൻവെർട്ടിംഗ് ഔട്ട്പുട്ടും വരുന്നു. അപ്പം സ്പെസിഫിക് ആയിട്ട് ഈ ഔട്ട്പുട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് വയ്ക്കുക, ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഈ ഔട്ട്പുട്ട് മാത്രമേ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ എങ്ങനെയാണ് നോൺ ഇൻവെർട്ടഡ് ഔട്ട്പുട്ട് ഇവിടെ കിട്ടി, ഇതിന്റെ എങ്ങനെയായിരിക്കും ഒരു ഇൻവെർട്ടഡ് ഔട്ട്പുട്ട് ഇവിടെ കിട്ടുന്നു എന്നത് നമ്മൾ എന്ത് ചെയ്ത് വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ? അപ്പം നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പറേഷൻ ആംപ്ലിഫയറിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. താങ്ക് യു.